എന്താ? താൻ എവിടെയായിരുന്നു? എത്ര തിരക്കണം? എന്താ? ഇവിടെ ആളും ബഹളമൊക്കെ ഉള്ളപ്പോ താൻ അവരുടെ അടുത്ത് തന്നെ ചെന്നിരിക്കുന്നെന്തിനാ? കണ്ടു മതിയാവുന്നില്ല അവരെ. ഇനിയധികം കാണില്ലല്ലോ, അതിനുള്ള തീയതി പറഞ്ഞില്ലേ? താനെന്തിനാ എന്നോട് ചൂടാവുന്നേ? ഞാൻ പറയിപ്പിച്ചതാണോ ജോത്സ്യരെ കൊണ്ട്? ഇയാൾക്കിപ്പോ എന്താ വേണ്ടെന്ന് പറ. എനിക്കിനി ഒന്നും വേണ്ട. എന്താ? ജോത്സ്യം പറഞ്ഞതിന് ആ കുട്ടിക്ക് ഒന്നും പറയണ്ട. കേട്ടതിന്റെ ചങ്കിടിപ്പ് എനിക്ക് പോലും മാറിയിട്ടില്ല. അയാൾ അങ്ങനെ പ്രവചിച്ച അത് നടക്കുവോ? ആയുഷോ? നടക്കും. പറഞ്ഞതൊക്കെ നടന്നിട്ടുണ്ട്. ഡൽഹിയിൽ യക്ഷിയുണ്ടെന്ന് പറഞ്ഞാ നിങ്ങൾ ചിരിക്കും. അതേ നിങ്ങൾ ഇവിടെ വരുമ്പോ യക്ഷിയെ പേടിക്കും. ആചാരങ്ങള്, വച്ചുപൂജ, കുലദേവങ്ങള് ഒന്നും നിസാരമല്ല മോളെ. തറവാട്ടുമ്പുറത്തൊരു മരം ചെരിഞ്ഞ തറവാട്ടുകാർന്ന് പറഞ്ഞ മനസ്സാ പിടയ്ക്കുക. അപ്പോ മനുഷ്യനായാലോ തലയ്ക്ക് സ്ഥിരതയില്ലെങ്കിലും ആയുസെങ്കിലും കൊടുക്കായിരുന്നു ഭഗവാന്. ഉള്ളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തിനാ അവരെ ദ്രോഹിക്കുന്നത്? കർക്കശമായിട്ട് പഠിപ്പിക്കുന്ന ടീച്ചറോട് ദേഷ്യം തോന്നും. പക്ഷേ പഠിക്കുന്ന കാലം കഴിഞ്ഞ് ജീവിതം പഠിക്കാൻ തുടങ്ങുമ്പോ അവരെ ഓർക്കൂ. എല്ലാം കാണാനും കേൾക്കാനും ഞാനൊരാളിങ്ങനെ. സർവേശ്വര, ഒന്ന് കിടക്കണം. മനസ്സ് നേരെ നിൽക്കുന്നില്ല. ഒക്കെ കളവാമേ. തിരുമേനി വരിക, മരണത്തിന്റെ തീയതി കുറിച്ചു കൊടുക്കുക. എന്താ ഇതേ തിരുമേനിയാ പറഞ്ഞത് 25-ാം വയസ്സിൽ ചിറ്റയ്ക്ക് ഭ്രാന്തായിരിക്കുമെന്ന്. എന്നിട്ടോ കൃത്യമായിട്ട് 25-ാം വയസ്സിൽ ചങ്ങലക്കിട്ടു. ഭ്രാന്തുണ്ടായിട്ടാ? നിന്റെ വർത്താനം കേട്ടിട്ട് എനിക്ക് പേടിയാവുക. ഇപ്പൊ മരണത്തീയതി കുറിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അങ്ങേര് കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് തന്നെയാ. ഒന്നും മിണ്ടാണ്ടിരിക്കോ നീ? കൊല്ലാൻ പോവാത്രേ. ഭാര്യയെ ചവിട്ടിക്കൊന്ന ആൾക്ക് പിന്നെ മടിയെന്താ? വെറുതെയാണോ ജയിലിൽ കിടന്നത്? എന്നിട്ടും ഒന്നും പഠിച്ചിട്ടില്ല. എന്താ ഇവിടെ ഏത് നേരവും കണ്ണി കണ്ടവരുടെ കാര്യവും പറഞ്ഞു? ചെമ്പേരിയിലെ കാര്യം സ്വന്തം കാര്യമെന്നല്ലേ അച്ഛൻ പറയാറ്? എന്ന് കരുതി ഏത് നേരവും അത് തന്നെ വിളമ്പണോ? അതെ, എനിക്ക് ഈ ഇടപാട് മനസ്സിലാവാത്ത. അവിടുത്തെ കാര്യങ്ങൾ പറയാൻ വേണം, തമ്പുരാൻ ചെയ്യുന്നത് കാണാനും പാടില്ല. ഇതേ ഒരുമാതിരി കൊട്ടാരം വിദൂഷകന്മാരുടെ ജോലിയാ. ആരെങ്കിലും നിർത്തുവോ? ഞാൻ തന്നെ നിർത്താം. അപ്പൊ അച്ഛൻ മുഷിയില്ലല്ലോ. പക്ഷെ ഒന്ന് പറഞ്ഞേക്ക്, തിരുമേനിയുടെ പ്രവചനവും വച്ച് ചിറ്റയെ കൊല്ലാനെങ്ങാനും ശ്രമിച്ച പാടത്തുനിന്ന് പണിക്കാരും കൂട്ടി ചെമ്പേരിയിലേക്ക് ഞാനൊരു പോക്കുണ്ട് കിളയ്ക്കാൻ. ഇതെന്നും കുടിക്കണോ ഇവിടെ? തമ്പുരാൻ പറഞ്ഞതാ. ആ, അവിടെ വെച്ചേക്ക്. നിന്നേ. മുകളിലൊരു തുറക്കാത്ത മുറി വേറെ ഉണ്ടല്ലോ, അതാരുടെയാ? അത് തമ്പുരാന്റെ മുറിയാ. ആ, ഞാനത് പൂട്ടാൻ മറന്നുപോയി. അയ്യോ, എന്തിനാ അത് തുറന്നേ? തമ്പുരാനോട് ചോദിച്ചോ? എന്തിനാ ചോദിക്കുന്നേ? തുറക്കണമെന്ന് തോന്നി, താക്കോലെടുത്ത് തുറന്നു. എന്തിനാ വെറുതെ? എനിക്ക് തോന്നി, ചെയ്തു. തമ്പുരാൻ ചോദിച്ചാൽ ഞാൻ സമാധാനം പറഞ്ഞോളാം. താൻ ആ മുറി പൂട്ടി താക്കോല് തമ്പുരാന്റെ മുറിയിൽ വെച്ചേക്ക്. എന്താ ഇനി കുഞ്ഞനന്ദൻ തമ്പുരാന്റെ മുറി പോലെ അതിന്റെ ഉടമസ്ഥ താനാണോ? ആ, പറഞ്ഞ കാര്യം ചെയ്യ് താൻ.
കുട്ടി കാണിച്ചു വെച്ചിരിക്കുന്ന തമ്പുരാൻ എങ്ങനെ കണ്ട? അയ്യോ, മൂത്തിട്ടില്ല. മഴവെള്ളം ഉറങ്ങിയിട്ടുണ്ടാവും. എന്താ ഇതിൻ്റെയൊക്കെ ഒരു അവസ്ഥ? എന്താ കുട്ടി ഇങ്ങനെ നോക്കണേ? ബാലേട്ടന്റെ അച്ഛന്റെ സ്ഥാനം തന്നെ എന്റെ മനസ്സിൽ. ആ, അതിനിപ്പോ എന്താ സംശയം? ചെമ്പേരി തമ്പുരാൻ എന്ത് ചെയ്താലും അത് ബാലേട്ടന്റെ അച്ഛൻ അറിയാം. എന്താ കാര്യം എന്ന് പറ. കുട്ടിയുടെ നോട്ടവും ഭാവവും ഒക്കെ കണ്ടിട്ട്. ഞാനൊരു കാര്യം ചോദിച്ച സത്യം പറയോ? ചോദിക്ക്. ഒരു ജന്മം മുഴുവൻ എന്റെ ചിറ്റയെ ചങ്ങലെ പൂട്ടിയിടാൻ എന്താ കാരണം? ചിറ്റയുടെ വിവാഹം നടക്കാതിരുന്നത് എന്താ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമേ ഉള്ളൂ. ജാതകത്തിൽ വിവാഹയോഗമില്ല. 25-ാം വയസ്സിൽ മാനസികാസ്വാസ്ഥ്യം. ആ ജാതകം ബാലേട്ടന്റെ അച്ഛൻ കണ്ടിട്ടുണ്ടോ? പിന്നെ എത്ര തവണ ഗണിക്കാൻ ഞാൻ തന്നെ കൊണ്ടുപോയിരിക്കുന്നു. അപ്പൊ ഇതെന്താ? തമ്പുരാന്റെ മുറിയിൽ നിന്ന് ഇന്നലെ എനിക്ക് കിട്ടിയതാ. ചെമ്പേരി തറവാട്ടിലെ കമലച്ചിറ്റയുടെ ജാതകം. ഇതിലുണ്ടോ ആ ദോഷങ്ങൾ? മോളെ, രാജയോഗം, ഉത്തമ ദാമ്പത്യം, 78 വയസ്സ് വരെ ആയുസ്, അങ്ങനെയല്ലേ ഇതിൽ എഴുതിയിരിക്കുന്നത്? ഇതിന് പകരം ഒരു ദുരന്ത ജാതകം എഴുതി എന്റെ ചിറ്റയുടെ ആയുസ് ഹോമിച്ചതാരാ? എനിക്കറിയണം. ചെമ്പേരിയുടെ അവകാശിയായ ചിറ്റയെ തളച്ചിടാൻ കരുത്തക്കുട്ടി ഉണ്ടാക്കിയതല്ലേ? പറ. മേലാണ് തിരുമേനി കൂടാതെ ആരൊക്കെയായിരുന്നു ചെമ്പേരി തമ്പുരാന് കൂട്ട്? ബാലേട്ടന്റെ അച്ഛനും കൂട്ടു നിൽക്കായിരുന്നില്ലേ ചിറ്റയെ ചതിക്കാൻ? ഇല്ല, സർവ്വദൈവങ്ങളും സത്യം. ഇതെനിക്കറിയില്ലായിരുന്നു. മോള് വിശ്വസിക്കണം. തമ്പുരാന്റെ പാദം നക്കിയായി നടക്കുന്നവനാ ഞാൻ. എന്നാലും ഇത്രയും വലിയ ക്രൂരതയ്ക്ക് കൂട്ടു നിന്നിട്ടില്ല. ഉറപ്പല്ലേ? അതെ.
മോളെ എന്താ നീ? തമ്പുരാനോട് ഞാൻ ചോദിക്കും. വേണ്ട. പിന്നെ മേലിടം തിരുമേനി കുറിച്ച ദിവസം എന്റെ ചിറ്റെ തമ്പുരാൻ കൊല്ലുന്നത് കാത്ത് മിണ്ടാതിരിക്കണം. സമ്മതിക്കില്ല ഞാൻ. തമ്പുരാന്റെ ചതി നാട് മുഴുവൻ അറിയണം. എന്റെ ചിറ്റയുടെ കാലിലെ ചങ്ങല അഴിയണം. ചിറ്റ ഞാൻ പുറത്തിറക്കും. അബദ്ധം കാണിക്കല്ലേ മോളെ. അച്ഛൻ പറയുന്ന കേക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. കേട്ടേ പറ്റൂ. ഞാൻ ചോദിച്ചോളാം തമ്പുരാനോട്. ഇത്രയും കാലം അടിമയായി കിടന്ന എനിക്ക് അതിന് അവകാശമുണ്ട്. അച്ഛന്റെ ചോദ്യങ്ങൾക്ക് തമ്പുരാൻ മറുപടി പറയില്ല. പറയും. പറയിപ്പിക്കും ഞാൻ. അല്ലാതെ മോളിപ്പ ചെന്ന് ചോദിച്ചാ എന്തു ദുഷ്ടതയെ കാട്ടുകയെന്നറിയില്ല. ചിറ്റയെപ്പോലെ വേറൊരു മുറിയിൽ നിന്നെ തളച്ചിടുന്നത് കാണാൻ എനിക്ക് വയ്യ. പറയുന്നതനുസരിക്കും മോളെ. അച്ഛൻ തമ്പുരാന്റെ ആശ്രിതന. മറ്റാരെക്കാളും കൂറ് തമ്പുരാനോടെ കാണിക്കൂ. എനിക്ക് വിശ്വസിക്കാമോ? വിശ്വസിക്കാം. ഇതിനുള്ള പരിഹാരം തമ്പുരാനെ കൊണ്ട് ഞാൻ ചെയ്യിക്കും. ഇനിയുള്ള കാലമെങ്കിലും പുറം ലോകം കണ്ടോട്ടെ എന്റെ ചിറ്റ. ബാക്കിയുള്ള ആയുസെങ്കിലും ജീവിച്ചോട്ടെ ആ പാവം. രക്ഷിക്കണം, എന്റെ ചിറ്റയെ രക്ഷിക്കണം. ഇനി ഈ ചതി ഞാൻ സമ്മതിക്കില്ല. എന്താ ഇങ്ങനെ നോക്കണേ? കാണാൻ. ഭൂമിയിൽ ഇത്രയും പൊട്ടത്തിലുള്ള ആളെ ഞാൻ കണ്ടിട്ടില്ല. താഴെ ആരാ കുരുത്തം കെട്ട് വർത്താനം പറഞ്ഞത്? അല്ലാണ്ട് ഇങ്ങനെ ദേഷ്യം വരില്ല. എനിക്ക് കേക്കണ്ട. എന്തിനാ ഇങ്ങനെ ആയത്? എന്താ കുട്ടിക്ക്? ഇതെന്താന്നറിയോ? ചിറ്റയുടെ ജാതകം. ഞാൻ കണ്ടിട്ടുള്ളതാ. കണ്ട ജാതകം ഇതാണോ നോക്ക്. ഇരുപത്തഞ്ചാം വയസ്സില് ഭ്രാന്തം ഇതിലുണ്ടോ? കുടുംബം മുടിക്കാൻ പിറന്നാന്നുണ്ടോ? പറ. ഒക്കെ കരുതി കൂട്ടി മാറ്റി എഴുതിയതാ. എവിടെയായിരുന്നു നിങ്ങളൊക്കെ? ആരും ഉണ്ടായിരുന്നില്ല ഇതൊന്നും ചോദിക്കാൻ. അപ്പോ ഇടയ്ക്കിടയ്ക്ക് തലക്കൊരു പെരുപ്പ് വരണ എന്താ? ഒന്ന് കാണാണ്ടാവണ എന്താ? അത് കണ്ടിട്ട് ഇത്രയും കാലം ഞാൻ ഇതൊക്കെ വിശ്വസിച്ചത്. അല്ലാതെ ഒന്നുമില്ല എന്റെ ചിറ്റയ്ക്ക്. ചതിച്ചതാ തമ്പുരാൻ. ചിറ്റേ, കാണണ്ട. ഇനി ആരും കാണണ്ട. എന്തായി കാണിച്ചേ? ചിറ്റേ, എന്തായി കാണിക്കണേ? മിണ്ടരുത്. ചെമ്പേരിയിലെ കമലയ്ക്ക് 25-ാം വയസ്സിൽ ഭ്രാന്തുള്ളതാ ജാതകം.
കുടുംബം മുടിക്കുന്നവളെന്ന പേര്. അത് മതി, ചാകണത് വരെ അത് മതി. അല്ലാന്ന് ആരോടെങ്കിലും പറഞ്ഞ കൊല്ലും ഞാൻ, കൊല്ലും കൊല്ലും. ചിറ്റേ, നല്ലൊരു ജാതകം കൊണ്ട് പുറത്തിറങ്ങിയിട്ട് എന്തിനാ? ഇനി ജീവിക്കാനോ? ജീവിച്ചൂടെ എന്റെ ചിറ്റയ്ക്ക്? ജീവിക്കണം. ഞാനല്ല, നീ. നിന്റെ ജീവിതത്തിലുണ്ട് ചിറ്റയുടെ സ്വപ്നങ്ങളും മോഹങ്ങളും. ഇക്കാര്യം തമ്പുരാന്റെ ചെവിയിലെത്തിയ മുടങ്ങണത് അതൊക്കെയാ. വേണ്ട, എന്റെ കുട്ടിക്കെങ്കിലും ഒന്നും നഷ്ടപ്പെട്ടൂടാ. വാക്കുതാ, തമ്പുരാനോടൊന്നും ചോദിക്കില്ലെന്ന് ചിറ്റയ്ക്ക് വാക്കുതാ. ചിറ്റേനെ ഇഷ്ടമാണെങ്കിൽ നീ വാക്ക് തരണം. ചിറ്റേ, മതി, അങ്ങനെ മതി. നീ പറഞ്ഞല്ലോ നീ ഇറങ്ങുമ്പോ ചിറ്റയും കൂട്ടൊന്ന്. അങ്ങനെ ഒരു ഭാഗ്യമുണ്ടെങ്കിൽ ചിറ്റയ്ക്ക് അത് മതി. പൊയ്ക്കോ, കുറച്ചു നേരത്തിന് ചിറ്റ ഒറ്റയ്ക്ക് മതി ഇവിടെ. നീ ഒന്നും അറിഞ്ഞിട്ടില്ല. തമ്പുരാനെ പേടിക്കുന്ന ചിറ്റയുടെ പഴയ ഉത്തരക്കുട്ടി അത് മതി. പൊയ്ക്കോ.